ആരാണ് ഈ ഒളിച്ചിരിക്കാൻ ചെന്താമരയ്ക്ക് സഹായമായത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇനി പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ചെന്താമരയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ആദ്യം മാട്ടായി കോളനിയുടെ പരിസരത്ത് വെച്ചാണ് ചെന്താമരയെ ഒരു പോലീസുകാരൻ കാണുന്നത്. പിന്നീട് ആ വിവരം പോലീസുകാരൻ ആ ചെന്താമരയ്ക്ക് പിന്നാലെ തന്നെ ഓടിപ്പോവുകയും ഇതിനിടയിൽ പ്രദേശത്തെ ചില വിദ്യാർത്ഥികൾ ചെന്താമരയെ കണ്ടിരുന്നു. അതിനുശേഷമാണ് ചെന്താമര ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയത്. പോലീസ് പിന്നീട് കാടിളക്കിക്കൊണ്ട് ചെന്താമരയ്ക്ക് വേണ്ടി വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷം ചെന്താമരയെ കണ്ടെത്താൻ പോലീസിന് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടായി. ഉൾവനത്തിനകത്തായിരുന്നു, വെളിച്ചക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനകീയ തിരച്ചിൽ പിന്നീട് അവസാനിക്കേണ്ടി വന്നു. പക്ഷേ നാട്ടുകാരെല്ലാം ആ മേഖലയിൽ തന്നെ തുടർന്നിരുന്നു. ഏതായാലും നേരത്തെ വൈകുന്നേരം 7 മണിയോടുകൂടിയ തെരച്ചിൽ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്ന മണിക്കൂറുകളാണിത്. 7 മണിക്ക് തുടങ്ങിയ തെരച്ചിലാണ്. നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും സംയുക്തമായാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. കാടിളക്കിയുള്ള തെരച്ചിലിന് പല ഭാഗങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് നാട്ടുകാരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പരിചിതമായ സ്ഥലം നാട്ടുകാർക്കാണത്. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ പോലീസിനും ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഗുണത്തിന്റെ ഫലമാണ് ഇപ്പോൾ അതേ കാട്ടിന്റെ പരിസരത്ത് വെച്ചിട്ട് തന്നെ ചെന്താമരയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുബഷീർ പി അക്ബറും ഇക്ബാൽ അറക്കലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുബഷീറിലേക്ക് പോവുകയാണ്. മുബഷീർ, നെന്മാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് തന്നെയാണ് ചെന്താമരയെ പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയുമായി പോലീസിന് എത്താൻ എത്ര സമയം വേണ്ടിവരും? അതിനുള്ള സാഹചര്യം എങ്ങനെയാണ്? പോലീസിന് കൈമാറി കഴിഞ്ഞോ നാട്ടുകാർ ഇപ്പോൾ പ്രതിയെ? അപർണ, അതിനിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് മുൻപിലുള്ള പോലീസ് വാഹനത്തിലാണ് അരുൺ കൊലപാതകയായിട്ടുള്ള ചെന്താമരയുള്ളത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷന്റെ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് പകർത്തുന്നുണ്ട്. വാഹനം അതിവേഗം നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് മുൻപിൽ പോലീസിന്റെ ബസ്സിൽ വലിയ പോലീസ് സന്നാഹം മുൻപിലുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ ചെന്താമരയുടെ ആദ്യത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നൊരു ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസിന്റെ വാഹനം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ പ്രതിയെ ഇറക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് ഒരു വാഹനം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മാട്ടായി ഭാഗത്തു നിന്നും പിടികൂടിയിട്ടുള്ള പ്രതി തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ വിവരം പുറത്തുവിടുന്നത്.